DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 5 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുകയാണ്. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്ന കർശനമായ പെരുമാറ്റച്ചട്ടം നാളെയോടെ അവസാനിക്കും. ഇതോടെ സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും പുതിയ വികസന പദ്ധതികൾക്കും പ്രഖ്യാപനങ്ങൾക്കും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങും. ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ വരും ദിവസങ്ങളിൽ സജീവമാകും. പെരുമാറ്റച്ചട്ടം മാറുന്നതോടെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഫയലുകളിൽ തീരുമാനമെടുക്കാനും ഉദ്യോഗസ്ഥ തലത്തിൽ ആവശ്യമായ അഴിച്ചുപണികൾ നടത്താനും പുതിയ സർക്കാരിന് സാധിക്കും. അടുത്തറിയിപ്പ്, കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽമഴ എത്തിയിരിക്കുകയാണ്. പകൽ കനത്ത താപനില അനുഭവപ്പെടുമ്പോഴും രാത്രിയിൽ മഴ ലഭിക്കുന്നത് വലിയ ആശ്വാസമാണ്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8-ാം തീയതി വരെ മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ പറയുന്നു. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. ഇന്ന് പവന് 320 രൂപയാണ് കുറഞ്ഞത്. 1,09,400 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 40 രൂപയാണ് താഴ്ന്നത്. 13,675 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്തറിയിപ്പ്, രാജ്യത്ത് പാചകവാതക ക്ഷാമം രൂക്ഷമായി തുടരുന്നതിനിടെ വാണിജ്യ സിലിണ്ടറുകൾക്ക് വരുത്തിയ വമ്പൻ വില വർധനവ് സാധാരണക്കാരായ ചെറുകിട കച്ചവടക്കാർക്ക് ഇരുട്ടടിയാകുകയാണ്. 19 കിലോയുടെ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിലയിൽ 993 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇതോടെ ഒരു വാണിജ്യ സിലിണ്ടറിന്റെ വില 3,150 രൂപയായി ഉയർന്നു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ മെയ് 6 ബുധനാഴ്ച ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിട്ട് സമരം നടത്തുമെന്ന് ഹോട്ടൽ വ്യാപാര അസോസിയേഷനുകൾ അറിയിച്ചിരിക്കുകയാണ്. അടുത്തറിയിപ്പ്, രാജ്യത്ത് ഇന്ധന വില വർധന 5 ദിവസത്തിനകം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ എത്തുകയാണ്. പൊതുമേഖലാ എണ്ണ കമ്പനികൾ സർക്കാരുമായുള്ള ചർച്ചകൾ ആരംഭിച്ചതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 4 രൂപ 50 പൈസ വരെ വർദ്ധിപ്പിക്കുവാനുള്ള ആലോചനയിലാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. വില കൂട്ടാൻ എണ്ണ കമ്പനികൾക്ക് ഉടൻ നിർദ്ദേശം നൽകിയേക്കും. ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വിലയും 50 രൂപ വരെ വർദ്ധിപ്പിച്ചേക്കും. എണ്ണവില കൂട്ടാൻ വലിയ സമ്മർദ്ദമാണ് എണ്ണ കമ്പനികൾ ഉയർത്തിയിരിക്കുന്നത്. വില കൂടാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന വിലയിരുത്തലിലേക്ക് സർക്കാരും എത്തിയിട്ടുണ്ട്. അടുത്തറിയിപ്പ്, പുതിയ UDF സർക്കാരിന്റെ കീഴിലാണ് മെയ് മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടക്കുക. മാസം 2,000 രൂപ വീതമുള്ള മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവും മുടങ്ങുവാനുള്ള സാധ്യതയാണിപ്പോൾ വരുന്നത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം നാളെയോടെ അവസാനിക്കും. പുതിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വകുപ്പ് തലവന്മാരും ഒക്കെ ഇനി വരേണ്ടതിനാൽ ക്ഷേമ പെൻഷൻ വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനത്തിന് ആഴ്ചകൾ വേണ്ടിവരും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അധികാരമേറ്റുകഴിഞ്ഞാൽ ആദ്യം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിലാകും പുതിയ MLA-മാരുടെ സത്യപ്രതിജ്ഞ. UDFന്റെ 5 ഗ്യാരണ്ടികൾ ആദ്യ ബജറ്റിൽ തന്നെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ക്ഷേമ പെൻഷൻ 2,000-ന് പകരം 3,000 ആകുവാനുള്ള സാധ്യതയുമുണ്ട്. ചിലപ്പോൾ വരും വർഷങ്ങളിലെ ബജറ്റിലാകാം വർധന പ്രഖ്യാപിക്കുക. മെയ് മാസത്തെ പെൻഷൻ ഈ മാസം അവസാന ദിനങ്ങളിലോ അല്ലെങ്കിൽ ജൂൺ ആദ്യമോ ആയിരിക്കും വിതരണം ഉണ്ടാവുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.